ആദ്യമായി നൽകിയ ഓൺലൈൻ അഭിമുഖത്തിൽ ഗോത്രകലാപവും തുടർന്ന് അമേരിക്ക തനിക്ക് വിസ നിഷേധിച്ചതും ഉൾപ്പെടെ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോത്രകലാപത്തിലെ വേദനാജനകമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തനിക്ക് എല്ലാം മനസ്സിലായെന്നും എന്നാൽ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അന്ന് വികാരങ്ങളെ നിയന്ത്രിച്ചെന്നും മോദി ശതകോടീശ്വരനായ വ്യവസായി നിഖിൽ കാമത്തുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. 2002 ഫെബ്രുവരി 24-നാണ് മോദി ആദ്യമായി MLA ആയത്. 27-ന് നിയമസഭയിലെത്തി. ഗോദ്രയിൽ അത്തരമൊരു സംഭവം നടക്കുമ്പോൾ താൻ MLA ആയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ആദ്യം ട്രെയിൻ തീവെപ്പുണ്ടായ വിവരങ്ങളാണ് ലഭിച്ചത്. പിന്നാലെ ആൾനാശം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിക്കുകയായിരുന്നു. ഗോദ്രയിലേക്ക് പോകണമെന്ന് താൻ ആവശ്യപ്പെടുകയും ഒരു ഹെലികോപ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്റർ ആയതിനാൽ VIP-യെ കയറ്റാനാവില്ല എന്ന് അവർ പറയുകയും ചെയ്തു. എന്നാൽ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി താനായിരിക്കുമെന്ന് മോദി ഉറപ്പു നൽകുകയും ചെയ്തു. ഗോദ്രയിലെത്തിയപ്പോൾ മൃതദേഹങ്ങളുടെ വേദനാജനകമായ കാഴ്ച കണ്ടെന്നും എന്നാൽ വികാരങ്ങളിൽ നിന്നും സ്വാഭാവിക ചോദനകളിൽ നിന്നും അകന്നു നിൽക്കേണ്ട പദവിയിലാണെന്നും മനസ്സിലാക്കുകയുമായിരുന്നു. സ്വയം നിയന്ത്രിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്തെന്നും മോദി പറയുന്നു. അമേരിക്ക വിസ നിഷേധിക്കുമ്പോൾ താൻ MLA ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനോടും രാജ്യത്തോടുമുള്ള അപമാനമായാണ് തനിക്കത് അനുഭവപ്പെട്ടതെന്നും അന്ന് പത്രസമ്മേളനം വിളിച്ചതിനെക്കുറിച്ചും ലോകം ഇന്ത്യക്ക് മുന്നിൽ വിസയ്ക്കായി ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞെന്നും മോദി പറഞ്ഞു. 2005-ൽ നിന്ന് 2025-ൽ എത്തുമ്പോൾ കാലം ഇന്ത്യക്കൊപ്പമാണ്. അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട മോദിയുടെ വാക്കുകൾ ഇരട്ടത്താപ്പില്ലാത്ത ഇന്ത്യയെ ലോകം വിശ്വസിക്കുന്നു എന്നാണ്. പറയാനുള്ളത് നാം വ്യക്തമാക്കി പറയും. പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നിഷ്പക്ഷരല്ലെന്ന് നാം ആവർത്തിച്ചു പറയുന്നു. താൻ സമാധാനത്തിനൊപ്പമാണ്. അതിനായുള്ള ഏത് ശ്രമത്തെയും പിന്തുണയ്ക്കും. റഷ്യയോടും യുക്രൈനോടും പലസ്തീനോടും ഇസ്രയേലിനോടും താനിത് പറയുകയും താൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാമെന്നും അദ്ദേഹം പറയുന്നു. 2014-ൽ താൻ പ്രധാനമന്ത്രിയായപ്പോൾ ലോക നേതാക്കളെല്ലാം അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. ഞാൻ സ്വാഗതം ചെയ്തു. ഗുജറാത്തിൽ എൻ്റെ ഗ്രാമം സന്ദർശിക്കണമെന്ന് ഷീ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കിടയിൽ പ്രത്യേക അടുപ്പമുണ്ടെന്നതാണ് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്. ചൈനീസ് സഞ്ചാരി ഹ്യുവാൻ തങ്ങളുടെ ഗ്രാമത്തിലായാണ് ദീർഘകാലം താമസിച്ചതെന്നും ചൈനയിലേക്ക് മടങ്ങിയപ്പോൾ തന്റെ ഗ്രാമത്തിലാണ് വസിച്ചതെന്നും ഷീ പറഞ്ഞു. കൂടാതെ മനുഷ്യനായതിൽ തെറ്റുകൾ പറ്റാമെന്നും എന്നാൽ തെറ്റായ ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തില്ല എന്നുമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താൻ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അതാണ് എൻ്റെ ജീവിത മന്ത്രം. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും തെറ്റുപറ്റും. ഞാനൊരു മനുഷ്യനാണ്, ദൈവമല്ല എന്നും മോദി പറഞ്ഞു. എന്നാൽ ഈ പരാമർശത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തന്നെ ദൈവം അയച്ചതാണെന്നും തന്റേത് ദൈവജന്മമല്ലെന്നും 8 മാസം മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ അവകാശപ്പെട്ടയാളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇതൊരു മുഖം രക്ഷിക്കൽ പ്രസ്താവനയാണെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു.